ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വചനം. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. ശിംശോനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. ശിംശോൻ ബന്ധിക്കപ്പെട്ടു. ശത്രുവിൻ്റെ കരങ്ങളിൽ അവനെ ഏൽപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ദൂത് കേൾക്കുന്നതിനുള്ള സന്ദേശം? പലതരത്തിൽ മനുഷ്യൻ ബന്ധിക്കപ്പെടാം. ചിലരുടെ ശാരീരിക തലം ബന്ധിക്കപ്പെട്ടിരിക്കുക, ചിലരുടെ മാനസിക തലം ബന്ധിക്കപ്പെട്ടിരിക്കുക, ചിലരുടെ ഫൈനാൻഷ്യൽ മേഖലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുക, ചിലരുടെ കുടുംബജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുക. അവർ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ബന്ധനങ്ങൾ എങ്ങനെ അഴിയും? നാളുകളായി, വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് വിടുതൽ ചോദിച്ചിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് കാണുക. ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയാം, ആര് നിന്റെ കൈകളെ ബന്ധിച്ചാലും, ആര് നിന്റെ അധരത്തെ ബന്ധിച്ചാലും, ആര് നിന്റെ ഭൗതിക തലങ്ങളെ, സാമ്പത്തിക തലങ്ങളെ ബന്ധിച്ചാലും, ആര് നിന്റെ മാനസിക തലത്തെ ബന്ധിച്ചാലും, ലവലേശം കുലുങ്ങണ്ട. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ ശത്രു ബന്ധിച്ചതെല്ലാം തീ കൊണ്ട് വെന്തുപോയ ചണനൂല് പോലെ ആ ബന്ധനങ്ങൾ കരിഞ്ഞു പോകുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിനകത്തെ ആത്മീക സന്ദേശം? ബന്ധിക്കപ്പെട്ട് കിടക്കാനൊരു കാലമുണ്ടെങ്കിൽ ബന്ധനം അഴിഞ്ഞു നടക്കാനൊരു കാലമുണ്ട്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. 2 പദങ്ങൾ അവിടെ ഉണ്ട്. തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ബന്ധനങ്ങളായി എന്ന് പറഞ്ഞാൽ ഇനി ആ ബന്ധനങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അടുത്തത് ഇച്ചിരി വിശ്വസിക്കാൻ പറ്റുന്നൊരു പദമാണ്. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്റെ ബന്ധനങ്ങളുടെ മേൽ ഒരഗ്നി വീഴും. അത് വീഴണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. വന്നു കഴിയുമ്പോൾ ആ ബന്ധനം അഴിയും. പിന്നെ നീ സ്വതന്ത്രനാകും. ബന്ധിക്കപ്പെട്ടവര് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ സ്വതന്ത്രനാകാൻ കഴിയാതെ, ഭൗതികത്തിൽ സ്വതന്ത്രനാകാൻ കഴിയാതെ, ശാരീരിക തലത്തിൽ സ്വതന്ത്രനാകാൻ കഴിയാതെ ശത്രു ബന്ധിച്ച് വർഷങ്ങളായി ഒരു സ്ഥലത്ത് വരെ ഒതുക്കിയിട്ടെങ്കിൽ, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശിംശോന്റെ മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരണം. ഇവരെ ബന്ധിച്ച ബന്ധനങ്ങൾ ചണനൂല് കരിഞ്ഞു പോകുന്ന പോലെ കരിഞ്ഞു പോകണം. ബന്ധനങ്ങൾ ദ്രവിച്ചു പോകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ബന്ധനം വഴിയും നീ സ്വതന്ത്രനാകും. ഗോഡ് ബ്ലസ് യു.